ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മണിപ്പൂട്ടെന്ന് വിചാരിക്കുക. മണിപ്പൂട്ടല്ല മണിപ്പുട്ട്. ഒരു ചെറിയ ഉണ്ടകളാക്കി ഉണ്ടാക്കുന്ന പുട്ട്, തേങ്ങാപ്പാലിട്ട് കഴിക്കുന്ന പുട്ട്. അത് സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുക. അത് ചുമന്ന അരി, നമ്മുടെ തവിടുള്ള അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ അതിന് ടേസ്റ്റ് വേറെയാണ്. തവളക്കണ്ണെന്ന് പറഞ്ഞ അരിയുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ്. ചെറുപ്പകാലത്ത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെ സ്വന്തമായ അരി അതുകൊണ്ട് ഉണ്ടാക്കിയ പൊടി, അതുകൊണ്ട് ഉണ്ടാക്കിയ മണിപ്പുട്ട്, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ വേറെയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാലമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ എന്ത് കഴിക്കും? അരി കഴിക്കാൻ പറ്റില്ല. എന്താണ് പ്രശ്നം? ഗ്ലൈസമിക് ഇൻഡെക്സ് റൈസിൻ്റെ 63 to 71 ആണ്. അതായത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് ടു ഹൈ ആണ്. പക്ഷേ നമ്മുടെ കിനുവ കഴിക്കാലോ. കിനുവയിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് 53 ആണ്. അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് ലോ ആണ്. അപ്പോൾ നമുക്ക് കിൻവയുടെ മണിപ്പൂട്ട് കഴിക്കാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ ചിന്ത, അതായത് നമ്മൾ മണിപ്പൂട്ട് കഴിക്കുമ്പോൾ മറ്റാളും കഴിക്കണം. അപ്പോൾ വൈ നോട്ട്? അപ്പോഴും നമ്മൾ ചിന്തിക്കണം. അല്ല, ആ ചിന്തയിൽ നിന്നാണ് ഈ മണിപ്പൂട്ട് ഉണ്ടായിരിക്കുന്നത്. കിൻവ മണിപ്പൂട്ട് സാധാരണ നമ്മൾ പൊടികൾ ഉണ്ടാക്കുന്ന പോലെയല്ല. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അരച്ച് കുറുക്കി ഉണ്ടയാക്കി കുറച്ച് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ടേസ്റ്റിയാണ്. സാധാരണ പോലെ ഇനി വേവിക്കുക, തേങ്ങാപ്പാലിട്ട് അങ്ങോട്ട് കഴിക്കുക. പക്ഷെ കാലറി അത്ര കുറവ് വരില്ല. എന്ന് വെച്ചാൽ അതിൽ തേങ്ങയുണ്ട്. തേങ്ങ ഇട്ടാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. 50 ഗ്രാം പൊടി കിൻവയിൽ 50 ഗ്രാം തേങ്ങ ഇട്ടിട്ടുണ്ട്. 50 ഗ്രാം തേങ്ങ എന്ന് പറഞ്ഞാൽ 187 കിലോ കാലറീസാണ്. അത് ഫാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിൻ്റെ റൈസ് ആവണ കാര്യമൊന്നുമില്ല. ഇൻസുലിൻ കൂടില്ല. പക്ഷേ അൾട്ടിമേറ്റ് കാലറി കൂടുതലാണ്. രണ്ടും കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 350 കിലോ കാലറീസ് വരും. പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ഡയറക്റ്റ് ചൂടാക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിച്ചിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ റേസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ്, വെയിറ്റ് ലോസുകാർക്ക് മണിപ്പൂട്ട് ഇങ്ങനെയും കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ പ്രോട്ടീൻ സോഴ്സായിട്ട് എഗ് വൈറ്റ് ആഡ് ചെയ്യും. എഗ് വൈറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ശരിയായി കാലറി കൂടുകയുമില്ല. അങ്ങനെയാണ് നമ്മൾ ഡയറ്റ് പ്ലാനിങ്.